ഹായ് ഗൈസ്, ഞാൻ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ, ഒരു കുക്കിംഗ് വീഡിയോ എല്ലാം ഷോർട്സാണ് ചെയ്യുന്ന, ടൈം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരം ഇരുട്ടി തുടങ്ങി, എന്നാലും സമയമില്ല. അപ്പം എന്നാലും ഇന്നൊരു നല്ല മൂഡുണ്ട്. അത് കാരണം ഒന്ന് അച്ചാറൊക്കെ ഒന്ന് കുക്കൊക്കെ ചെയ്യാനായിട്ട് ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടി. അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് രണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് കുറച്ച് മാങ്ങയും നെല്ലിക്കയും കിട്ടി. അപ്പം ആദ്യം ഞാൻ മാംഗോ പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെല്ലിക്ക അച്ചാറിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ട് നല്ലോണം ഒരുപാട് ചെറുതാക്കിയില്ല, ഒരു സാമാന്യ വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ശകലം വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെന്താ കുറച്ച് കറിവേപ്പില, പിന്നെ എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. കാരണം ഒരുപാട് അരിയാനായിട്ടൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇഞ്ചി എടുത്ത് ഇഞ്ചിക്കറി വെച്ച്. അപ്പോഴത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. എന്നാലും കുറച്ച് വെളുത്തുള്ളി ഇടുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അത് കാരണം കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാ ഗൈസ്, നമുക്ക് ഈസി ആയിട്ട് ഒരു മാംഗോ പിക്കിള് വെക്കുന്ന ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ എണ്ണ നല്ലോണം ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇവ നല്ലോണം വഴറ്റി ഇപ്പം ഏകദേശം നല്ല പരുവമായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ശകലം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ പൊടി, പിന്നെ ഇച്ചിരി കായം, ഇത്രയും ചേർക്കാൻ പോവുക. ഹായ് ഗൈസ്, ധൃതിയിൽ രണ്ട് സാധനങ്ങൾ മറന്നുപോയി. ഉപ്പ് ചേർക്കണമായിരുന്നു, പിന്നെ ഇച്ചിരി ഇഞ്ചി ചേർക്കണമായിരുന്നു. അപ്പം ഇഞ്ചി ഞാനിപ്പം മൂപ്പിച്ച് ചേർത്തു. പിന്നെന്താ, ഇനി ശകലം ഉപ്പും കൂടെ ഇട്ടാൽ മതി. അപ്പം നമ്മുടെ മാംഗോ പിക്കിള് റെഡിയാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ പൊടിയൊക്കെ ഏകദേശം മൂത്ത്. ഇനി ഇത് കരിയുന്നതിന് മുമ്പേ നമ്മുടെ അടുക്കളയൊക്കെ ഏകദേശം കുളമായി. കാരണം വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എന്നാലും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ആരും ഹെൽപ്പിനില്ല. എന്നാലും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഗൈസ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ഇട്ടേക്കരുത്, നമ്മുടെ അച്ചാറ് പന്നലായി പോകും. അപ്പോൾ ഗൈസ്, മാങ്ങ അച്ചാറിന് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ബാക്കി വന്ന എല്ലാം നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലോണം വഴറ്റി. ഇനി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവുക. അപ്പോഴത്തേക്ക് നമുക്ക് നെല്ലിക്ക അച്ചാറും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ജോലി തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാംഗോ പിക്കിള്, നെല്ലിക്ക പിക്കിള്, അതാ.
അപ്പോഴത്തേക്ക് നെല്ലിക്ക അച്ചാർ കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് സ്വസ്ഥം എനിക്ക് പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഇനി അടുത്തത് നെല്ലിക്ക അച്ചാർ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് വെക്കാം. അപ്പം നമ്മുടെ ചാറ് നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ധൃതി പിടിച്ചാണെങ്കിലും നെല്ലിക്ക. ഹായ് ഗൈസ്, ഞാന് മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറൊക്കെ വെച്ച് തീർന്ന് എന്നിട്ട് അത് കുപ്പിയിലാക്കുന്നതിന് മുമ്പേ നമ്മൾ ചൂടാറാനായിട്ട് വെക്കണമല്ലോ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ ഫോണിലെ മെമ്മറി എല്ലാം ഫുള്ളായി. പിന്നെ നമ്മൾ എല്ലാ ഫോട്ടോയും വീഡിയോയും കൂടെ ലാപ്പിലൊക്കെ മാറ്റി. അപ്പൊ പിന്നെ ഒരു ഗ്യാപ്പ് അത്രയും സമയം കിട്ടിയല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ റീൽസ് ചെയ്യാൻ വേണ്ടി സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി വന്നതാ. ഞാൻ പിന്നെ റീൽസ് ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ അച്ചാറൊക്കെ നല്ലോണം ഫാനിന്റെ അടിയിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറും നല്ലോണം സെറ്റാക്കി കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട്. താണ്ടെ ഇതാണ് നമ്മൾ മാങ്ങ അച്ചാർ നല്ല അടിപൊളിയായിട്ട് കുപ്പിയിൽ നമ്മൾ സെറ്റാക്കി. നല്ല മണമൊക്കെ ഉണ്ട്. വായിൽ വെള്ളം വരുന്നു. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ ഉടനെ എടുക്കുന്നില്ല. ഒരു 1 വീക്ക് ടൈം ഇത് സെറ്റ് ആവാനായിട്ട്. അപ്പം ഒരാഴ്ച കൊണ്ട് ഇത് നല്ല അടിപൊളി അച്ചാറാവും. എന്നിട്ടേ എടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ കുപ്പിയിൽ അടച്ച് നല്ല ഭദ്രമായിട്ട് വെക്കാൻ പോവുക. അതാണ്ട് ഇതാണ് നമ്മുടെ നെല്ലിക്ക അച്ചാർ. അപ്പൊ നെല്ലിക്ക അച്ചാർ നമ്മൾ ഭദ്രമായിട്ട് കുമ്പ്. പക്ഷെ നെല്ലിക്ക അച്ചാർ ഇപ്പൊ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. നല്ല സൂപ്പർ മണവുമാണ്. നെല്ലിക്ക അച്ചാർ നമ്മൾ പുഴുങ്ങി നല്ലതായിട്ടൊക്കെ ആക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ്. ഇതിപ്പോ ഒരാഴ്ച കൊണ്ട് ഇത് ഫിനിഷ് ആവും. അപ്പോഴത്തേക്ക് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ആയി അടിപൊളി ആയി. അപ്പോഴത്തേക്ക് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാരും മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറും ഒക്കെ ഇത് പല രീതിയിൽ വെക്കാം. ഞാനിങ്ങനെ വെക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറാ. നെല്ലിക്ക ആണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നല്ല ഒരു സാധനമാണ്. അപ്പൊ നെല്ലിക്ക അച്ചാറും മാങ്ങ അച്ചാറും എല്ലാരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനോട് ഒക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ശരി, ടാറ്റാ, ലവ് യു ഗൈസ്.